സാധാരണ ഞങ്ങൾ ഹെൽമെറ്റുകളെ ആൾക്കാര് അത്രയധികം വ്യാപകമായി ഉപയോഗിച്ച് കാണുന്നില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 30% പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ റോഡുകളിൽ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു പരിപാടിയോടുകൂടി ഞങ്ങൾ ഏതാണ്ട് 90%-ലധികം പേരെയും ഹെൽമെറ്റ് വയ്ക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മാനസികമായി തയ്യാറെടുക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കുന്നത്. നടുറോഡിലിറങ്ങി നിന്ന് ഹെൽമെറ്റ് വേദനകൾ പങ്കുവച്ചു തുടങ്ങി. ജനങ്ങളുടെ തല കാക്കാനാണ് നിയോഗമെങ്കിലും ആരും ഗൗനിക്കുന്നില്ലെന്നാണ് ആശാന്റെ പരാതി. പിന്നെ പരിഭവം നിർത്തി നാട്ടുകാരെ പിടിച്ചു നിർത്തി ഉപദേശം തുടങ്ങി. നിങ്ങളെ തല സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നടക്കുന്നത്. നിങ്ങളെടുത്ത് തല വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്നാ പിന്നെ അതെടുത്ത് വെച്ചിട്ട് ചിലപ്പോ ഇപ്പൊ പോകുമ്പോഴായിരിക്കും നിങ്ങൾ പറഞ്ഞു വരുന്നത്. കയ്യോ കാലോ പറ്റിയ നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് റെഡിയാക്കാം. പക്ഷെ തല പൊട്ടി പോയ മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് ഹെൽമെറ്റ് ധരിക്കുക, ഹെൽമെറ്റ് ഉപയോഗിക്കുക. കുടുംബത്തെ സ്നേഹിക്കുന്ന ഗൃഹനാഥനാണെങ്കിൽ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിൽ, കുട്ടികളെ സ്നേഹിക്കുന്ന അച്ഛനാണെങ്കിൽ തീർച്ചയായും ഹെൽമെറ്റ് ഉപയോഗിക്കുക. ഹെൽമെറ്റിന്റെ അകത്തൊരു ഇമ്പാക്ട് ഒബ്സർവിംഗ് ലൈനർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അറിയാമോ? ഒരു തെർമോകോൾ പോലിരിക്കും. ആ സംഭവമാണ് നമ്മൾ ഈ തറയിൽ പോയി ഇടിക്കുമ്പോൾ അതിന്റെ തീവ്രതയെ സ്വീകരിക്കുന്നത്. ഇത് നിങ്ങൾ വയ്ക്കാതിരുന്ന തല നേരിട്ട് തറയിൽ പോയി ഇടിക്കും, തല പൊട്ടും. ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ ചിൻ സ്ട്രാപ്പ് ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റിയ ഹെൽമെറ്റ് തെറിച്ചു പോവുകയും ചെയ്യും, തല ഇടിച്ച് വീഴുകയും ചെയ്യും. പിന്നെ എന്തിനാ ഹെൽമെറ്റ് വെക്കുന്നത്? ഹെൽമെറ്റ് വെക്കണം. ഹെൽമെറ്റ് ഞങ്ങൾ വേറെ യാതൊരു പ്രതിഫലവും ഇല്ല. നമ്മൾ നിങ്ങളെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നടക്കുന്നത്. നമ്മളെ നിങ്ങൾ തലയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ചിലരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചു. ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഇനി മുതൽ ഹെൽമെറ്റ് ധരിക്കും. വാഹനം ഓടിക്കുന്ന മുഴുവൻ സമയം ഉപയോഗിക്കും. ഹെൽമെറ്റ് ധരിക്കും. ദേശീയ സുരക്ഷാ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ഹെൽമെറ്റ് ഉപദേശങ്ങളുമായി റോഡിലിറങ്ങിയത്. ശിക്ഷണ നടപടിയൊക്കെ കൂടുതൽ നമ്മൾ അവയർനെസ് ഉണ്ടാക്കുക. അവയർനെസ് ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ അതിനൊരു കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് പെട്ടെന്ന് മറന്നു പോകാനിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തിയ ആളുകൾ ആരും നാളെ ഹെൽമെറ്റ് വയ്ക്കാതെ പോവില്ല. കാരണം വെച്ചാൽ അവർക്ക് തന്നെ ഒരു വൈക്ലഭ്യം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇനി ഒരാഴ്ചക്കാലം കേരളത്തിന്റെ റോഡരികുകളിൽ ഹെൽമെറ്റുകൾ ജീവനോടെ നിൽക്കും, നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ. ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.